ഡിബഞ്ചർ ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ഡിബഞ്ചേഴ്സ്? ഡിബഞ്ചേഴ്സ് എന്ന് വെച്ചാൽ കടം കൊടുക്കുക എന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുന്നു. ഇഫ് ദ കമ്പനി നീഡ്സ് എ മണി ഇറ്റ് ഇഷ്യൂസ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ഒരു ലോങ് ടേം ഫിക്സഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടി ഇടുന്നത്. മാത്രമല്ല, ഇപ്പം കമ്പനിക്ക് ഒരു 5 lakhs വേണം, ഇറ്റ് ഇഷ്യൂസ് ഓഫ് ഡിബഞ്ചേഴ്സ്. ഇപ്പം ഐ എം റെഡി, ഞാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ അപ്ലൈ, മേക്ക് ആൻ ആപ്ലിക്കേഷൻ. ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന പോലെ തന്നെ ഐ ക്യാൻ മേക്ക് ആൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് എടുത്തോളാം എന്ന് പറയുന്നു. എനിക്ക് ഫിക്സഡ് ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് മന്ത്ലി കിട്ടിക്കൊണ്ടേയിരിക്കും. So I am standing at a position of a debenture holder, okay, and a creditor. Okay, debenture holder എന്നാണ് എന്നെ പറയുന്നതെങ്കിലും debenture holder എന്ന് എന്താണ് പറയുന്നത്? ഇറ്റ്സ് കോൾഡ് എ ക്രെഡിറ്റർ. കമ്പനിയുടെ ക്രെഡിറ്ററാണ്. ഇപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാലും ആദ്യം ക്രെഡിറ്ററിൻ്റെ എല്ലാം കൊടുത്ത് തീർത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ കമ്പനി വൈൻഡിങ് അപ്പ് ടൈമിലും എല്ലാം ആദ്യം ക്രെഡിറ്റേഴ്സിനാണ് പേ ചെയ്യുന്നത്, പിന്നെ ഉള്ളൂ ബാക്കി എല്ലാവരും. ഓക്കെ, അപ്പോൾ അതിനൊരു പ്രീമിയം മേ ബി അറ്റ് എന്താ പറഞ്ഞ ഇറ്റ് ക്യാൻ ഇഷ്യൂ ദിസ് അറ്റ് എ പാർ ഓർ പ്രീമിയം ഏതെങ്കിലും രീതിയിൽ കൊടുക്കാം. പക്ഷേ റിഡീം ചെയ്യുമ്പോൾ എങ്ങനെയാണ്? പാറോ പ്രീമിയത്തിലോ മാത്രമേ റിഡീം ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇതാണ് ഡിബഞ്ചേഴ്സ്. ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി പിടികിട്ടിയല്ലോ. കമ്പനി കടം മേടിക്കുന്ന ഒരു രീതിയാണ് ഡിബഞ്ചർ. ഡിബഞ്ചർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ലോൺ. ഓക്കെ, ആൻഡ് വി ആർ ഗിവിങ് ഇറ്റ് ടു ദ കമ്പനി. ഇറ്റ് ഇഷ്യൂസ് ഡിബഞ്ചേഴ്സ് ആൻഡ് ഫോർ എ സെക്യൂരിറ്റി, ഒരു സെക്യൂരിറ്റി കാണും. അത് എന്ന് വേണമെങ്കിലും നമുക്ക് സെക്യൂരിറ്റി കൊടുത്തിട്ട് റിഡീം ചെയ്യാം നമ്മുടെ ഡിബഞ്ചേഴ്സ്. ആ ടൈമിൽ കമ്പനി ഉറപ്പായിട്ടും ക്രെഡിറ്ററിന് തിരിച്ച് രൂപ കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവമായ കാര്യം. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എപ്പോഴും ഒരു ആളെ നിയമിച്ച് ഡിബഞ്ചർ ട്രസ്റ്റി എന്നും പറഞ്ഞ് വെക്കും. So he will be the person who will be contacting the other, അല്ലെങ്കിൽ who is dealing with the company. Instead of all the debenture holders approaching the company, this debenture trustee will be the person who is appointed and who would be representing the entire debenture holders. Okay, who is a debenture trustee എന്നൊക്കെ ചോദിച്ചാൽ ഞാനിത് വായിക്കാം താഴോട്ടെ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ട്രസ്റ്റ് ഡീഡ് ക്രിയേറ്റ് ചെയ്യും. Lavi, such an aged so and so, address so and so has given us അല്ലെങ്കിൽ എന്താ പറയുന്നത് an amount of rupees or so and so for a premium for a interest of such and such interest എന്നൊക്കെ പറഞ്ഞ് we create a trust deed. അപ്പോൾ ഈ ട്രസ്റ്റ് ഡീഡ് എന്താണ്? സെക്യൂരിറ്റിയാണ്. എന്നും നമ്മൾ ഈ ട്രസ്റ്റ് ഡീഡ് കാണിച്ചാലും നമുക്ക് പറയാം മുദ്രപത്രത്തിൽ സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ ഒത്തിടുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഡീഡ്. അപ്പോൾ ഈ ഡീഡ് നമ്മളെപ്പോൾ കാണിച്ചാലും നമുക്ക് അതിൻ്റെ രൂപയും കാര്യങ്ങളും തിരിച്ച് കമ്പനി തരണം. ഇനി കമ്പനി തരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ട്രൈബ്യൂണലിലേക്ക് ഒന്ന് പരാതി പറയുകയും ട്രൈബ്യൂണൽ വിളിച്ച് ചോദിക്കുകയും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്നും പറഞ്ഞൊരു അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ടിൽ നിന്നും സഫീഷ്യൻറ്റ് രൂപയില്ലേ കൊടുക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനില്ല എന്ന് പറയുക, അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയുകയും ട്രൈബ്യൂണൽ പറഞ്ഞു എന്നാൽ പിന്നെ കൊടുക്കുക എന്ന് പറഞ്ഞ് ഓർഡർ ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം. ഇനിയും ട്രൈബ്യൂണൽ ഓർഡർ ഇട്ടു എന്നിട്ട് ഇവർ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തലപ്പത്ത് ഏതൊക്കെ ഓഫീസേഴ്സ് ഇരിക്കുന്നോ അവർക്കെല്ലാം വിൽ ബി ചാർജ്ഡ് വിത്ത് എ ഫൈൻ ആൻഡ് ഫോർ എവറി ഡേ എന്നുള്ള രീതിയിലാണ് തോന്നുന്നു അതിൻ്റെ എന്താ പറയുക അവർക്ക് ചാർജസ്. ഓക്കെ, ഫോർ ഈച്ച് ഡേ ഓഫ് ഡിഫോൾട്ട് അവർക്ക് ഫൈൻ കൊടുക്കേണ്ടി വരും. 5 lakh rupees വരെ കേട്ടോ, 2 lakh to 5 lakh വരെ കൊടുക്കേണ്ടി വരും. ഇംപ്രിസൺമെൻറ്റും ഉണ്ട് ഫ്രം 3 years. ഓക്കെ, വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 3 years വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ഇംപ്രിസൺമെൻറ്റും അതിൻ്റെ മേലെ വരാം. അപ്പം ഇതെല്ലാമാണ് ഇനിയും വായിക്കാൻ പോകുന്നത്. ഓക്കെ, viewed from the broad angle, it can be said that the debenture is a loan certificate ആണ് issued by the company that takes loan. അപ്പോൾ കമ്പനീസ് ആക്ട് ഡിഫൈൻസ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ ഇൻക്ലൂഡ്സ് ഡിബഞ്ചർ സ്റ്റോക്ക് ഉണ്ട്, ബോണ്ട് ഉണ്ട്, or any other instrument of a company evidencing a debt. ഞങ്ങൾക്ക് ഇന്ന ആൾക്ക് ലവിക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട് എന്ന് പറയുന്ന ഏതൊരു ഇൻസ്ട്രുമെൻറ്റും നമുക്ക് ഡിബഞ്ചർ എന്നുള്ള രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യാം.
by constituting a charge on the assets of the company or not. Company may issue debentures with an option to convert such debentures into shares, either wholly or partly, at the time of the redemption. When at the time of the redemption, when I am approaching the company and the company says, I don't have money, but we can give you an option. If you are willing to, you can convert the debentures into shares. If the article says so, okay, there will be a provision like that, and you can change. You can convert it into two shares or debentures, shares with voting rights. Debenture, just keep in mind that for debenture holders, voting right ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിഫറൻസ് ഇങ്ങനത്തെ കൺവേർഷൻ പറയുമ്പോഴും പ്രിഫറൻസ് ഒരിക്കലും ഇക്വിറ്റി എന്താ പറയുന്നത് ഇങ്ങനത്തെ ഷെയർസിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാറ്റഗറി ഓഫ് ഷെയർസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പ്രിഫറൻസ് ആയിരിക്കാം, ഇക്വിറ്റി ആയിരിക്കാം, അങ്ങനെ കാറ്റഗറി പറഞ്ഞാലും ഇത് ആർട്ടിക്കിൾസിനകത്ത് പ്രത്യേകം പറയുവാണെങ്കിൽ മാത്രമേ അങ്ങനൊരു ഷെയർസിലേക്ക് ഡിബെഞ്ചേഴ്സിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതൊരിക്കലും പ്രിഫറൻസ് ഷെയർ ആകത്തുമില്ല. Now, rules regarding issue of debentures. No company shall issue any debentures carrying any voting rights. Voting rights കാണില്ല. Then, secured debentures must be issued by the company subject to the terms and conditions as may be prescribed. കുറച്ച് terms and conditions കാണുക, and it varies accordingly. Then, when debentures are issued by the company shall create a debenture redemption. ഞാൻ പറഞ്ഞില്ലേ, ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി അവരൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ആ അക്കൗണ്ടിൽ നിന്നായിരിക്കും എപ്പം നമ്മൾ ചോദിച്ചാലും റിഡംഷൻ ചെയ്യുന്നത്. Now, no company shall issue a prospectus or make an offer or invitation to the public or to its members exceeding 500 for the subscription of its debentures. അതിനൊരു 500 രൂപയിൽ കൂടുതൽ ഒരിക്കലും ആ ഒരു ആപ്ലിക്കേഷൻ്റെ രൂപ എന്ന ഭാഗമായിട്ട് ഇഷ്യൂ ചെയ്യരുത്. അൺലെസ് എ കമ്പനി ഹാസ് ബിഫോർ സച്ച് ഇഷ്യൂ ഓർ ഓഫർ അപ്പോയിൻറ്റഡ് വൺ ഓർ മോർ ഡിബെഞ്ചർ ട്രസ്റ്റീസ് ആൻഡ് ദ കണ്ടീഷൻസ് ഗവർണിംഗ് ദ അപ്പോയിൻറ്റ്മെൻറ്റ് ഓഫ് സച്ച് ട്രസ്റ്റീസ് ഷാൽ ബി സച്ച് ആസ് മേ ബി പ്രിസ്ക്രൈബ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും വേണ്ടി റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ കുറച്ച് ഡിബെഞ്ചർ ട്രസ്റ്റീസിനെ അവർ അപ്പോയിൻറ്റ് ചെയ്യും. Now, ഡിബെഞ്ചർ ട്രസ്റ്റിയുടെ സ്റ്റെപ്സ് എന്താണ്? ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് redress their grievances in accordance with the rules as may be prescribed. Okay. Now, any provision which is contained in the trust deed for securing the issue of debentures or in any contract with the debenture holders, the debenture by the trust deed shall be void insofar as have effect of exempting a trustee therefrom and indemnifying him against any liability for breach of trust, where he fails to show the degree, okay, of care or due diligence required of him as a trustee. Now, ലയബിലിറ്റി ഇനി ഡിബെഞ്ചർ ട്രസ്റ്റി എന്നുള്ള സ്ഥാനം തരുന്നതുകൊണ്ട് തന്നെ വല്ലതും തെറ്റുകൾ കാണിക്കുവാണെങ്കിൽ, ഓക്കെ, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് വല്ലതും കാണിക്കുവാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് മാറ്റാം, ട്രസ്റ്റിയെ മാറ്റാം. Okay. Now, liability of the debenture trustee shall be subject to such exemption as may be agreed upon by the majority of debenture holders holding not less than 3/4 in value of the debentures at the meeting held for the purpose. Okay. Now, അടുത്ത ഇതെല്ലാം വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. കമ്പനി ഷാൽ പേ ഇൻട്രസ്റ്റ് ആൻഡ് റിഡീം ദ ഡിബെഞ്ചേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ഇഷ്യൂ. Now, where any time the debenture trustee comes to a conclusion that the assets of the company are insufficient or likely to become insufficient, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി അത് കമ്പനിക്ക് തിരിച്ചു തരാൻ സാധിക്കത്തില്ല എന്ന് ഏത് സമയത്ത് തോന്നിയാലും ട്രൈബ്യൂണലിനെ അപ്രോച്ച് ചെയ്യുക. ട്രൈബ്യൂണൽ ആഫ്റ്റർ ഹിയറിംഗ് ദ കമ്പനി ആൻഡ് എനി അതർ പേഴ്സൺ വിച്ച് ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ മാറ്റർ, അവരെക്കുറിച്ച് അവരുടെ അടുത്തെല്ലാം ചോദിച്ച് മനസ്സിലാക്കി സംസാരിച്ചിട്ട് എന്ത് ചെയ്യും? ഓർഡർ ഇടും, അല്ലേ? കമ്പനി മേ കൺസിഡർ നെസസറി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ദോഷം വരാത്ത രീതിയിൽ കമ്പനി എപ്പോഴും ഒരു ഓർഡർ ഇടും. എന്നാൽ കമ്പനി ഫെയിൽസ് ടു റിഡീം ദ ഡിബെഞ്ചേഴ്സ്, എന്താണ് ഞാൻ പറഞ്ഞ മെച്യൂരിറ്റി ആയിട്ടും ഇൻട്രസ്റ്റ് ഒന്നും അല്ലേ തരുന്നില്ല എന്നുണ്ടെങ്കിലും ട്രൈബ്യൂണലിന് ഓർഡർ ഇടാം. ഓക്കെ, റിഡീം ചെയ്യാനും പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും ഇന്ന റിഡംഷൻ അക്കൗണ്ടിൽ നിന്ന് റിഡീം ചെയ്യാനായിട്ട് ഓർഡർ ഇടാം. If any default is made in complying with the order of the tribunal, every officer of the company who is in default shall be punishable with an imprisonment for a term which may extend to, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 3 years വരെ ഇംപ്രിസൺമെൻറ്റ് വരാനും, പിന്നെ 5 lakh 2 lakh മുതൽ 5 lakh rupees വരെ ഫൈൻ അടയ്ക്കേണ്ടി വരാനും സാധ്യതയുണ്ട്. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ആരാണ് ഒരു ഡിബഞ്ചർ ട്രസ്റ്റി? എല്ലാവർക്കും വേണ്ടി ഒരാളെ 2-3 പേരെ അപ്പോയിൻറ്റ് ചെയ്ത് വെക്കും. ആൻഡ് ദേ വുഡ് ബി റിപ്രസെൻറ്റേറ്റിംഗ് ദ എൻറ്റയർ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. Now, what are there will be certain procedures, അല്ലെങ്കിൽ there will be certain rules which is been prepared, and they have to comply with those rules. Okay, if there is any breach of trust, he can be removed അല്ലേ. whatever അല്ലെങ്കിൽ ഇവരെ എൻട്രി ചെയ്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വോയിഡ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന ട്രസ്റ്റിയെ റിമൂവ് ചെയ്യാനും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിബഞ്ചർ ഹോൾഡറിന് എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇൻഡെമ്നിഫൈ ചെയ്യാനും എല്ലാം സാധിക്കും. അതിനുള്ള റൂൾസ് എല്ലാം ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെന്താ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതായത് എന്തെങ്കിലും ഒരു ലയബിലിറ്റി ഡിബഞ്ചർ ട്രസ്റ്റിയുടെ മേലെ ഉണ്ടെങ്കിൽ അത് 3/4. അപ്പോൾ ഡിബഞ്ചർ ട്രസ്റ്റിക്ക് ചോദിക്കാൻ സാധിക്കില്ലല്ലോ, ഞാൻ പറഞ്ഞില്ല. ഡിബഞ്ചർ ട്രസ്റ്റിക്ക് ചോദിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? മജോറിറ്റി ഓഫ് ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് 3/4, മജോറിറ്റി എന്ന് പറയുന്നത് 3/4, 100 പേരുണ്ടെങ്കിൽ 75 പേര്, അവർ ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഇത് നമുക്ക് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈബ്യൂണലിനെ അപ്രോച്ച്, കമ്പനി തരുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രൈബ്യൂണലിനെ, അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് കമ്പനിക്ക് ഇൻസഫിഷ്യൻ്റ് ആണ്, കമ്പനിയുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇൻസഫിഷ്യൻ്റ് ആണ്, നമുക്കൊന്നും പേയ്മെൻറ്റ് നടക്കത്തില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ട്രൈബ്യൂണലിനെ അപ്രോച്ച് ചെയ്യാം. ട്രൈബ്യൂണൽ വിൽ കോൾ അപ്പോൺ ദ കമ്പനി, എന്നിട്ട് ഇറ്റ് വിൽ ബി ഹേർഡ്. ഓക്കെ, എന്നിട്ട് ഈ ലയബിലിറ്റീസ് ഒന്നും ഡീൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിലും ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം കൺസിഡർ ചെയ്ത് എപ്പോഴും ഒരു തീരുമാനം എടുക്കും. ഇനി അങ്ങനെ ഒരു ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ദ കമ്പനി ഷുഡ് കമ്പൈൽ വിത്ത് ദാറ്റ് ഓർഡർ. ഇഫ് ഇറ്റ് ഇസ് ടു പേ ബാക്ക്, ഇറ്റ് ഹാസ് ടു പേ ബാക്ക് ഓൺ ദ ടൈം ദ പ്രിൻസിപ്പൽ ആൻഡ് ദ ഇൻട്രസ്റ്റ്. ഇഫ് ദ ഫെയിൽസ് ടു പേ ദ പ്രിൻസിപ്പൽ ആൻഡ് ദ ഇൻട്രസ്റ്റ്, every officer who is in default will be given an imprisonment. എന്താ പറയുന്നത്, അവരുടെ മേലെ ഫൈൻ ഇമ്പോസ് ചെയ്യാം. that can go up to 2 lakhs to 5 lakhs. Then imprisonment which can extend to 3 years. Central government may be prescribed by procedure, prescribe the procedure for securing the issue of debentures and the form of debenture trust deed, the procedure for debenture holders to inspect the trust deed and to obtain copies thereof, then quantum of debenture reserve, redemption reserve required to be created, and such other matters. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്താ പ്രൊസീജിയർ. എന്താണ് ഈ ട്രസ്റ്റീഡൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം കാണാം, അതിൻ്റെ ഫോംസും കാര്യങ്ങളും. അതിൽ നിന്ന് ഒരു കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിശ്ചിത തുക കൊടുത്താൽ ആ കോപ്പി എടുക്കാനുള്ള പ്രൊസീജിയേഴ്സ്. ദെൻ ഒരു റിഡംഷൻ റിസർവ് അക്കൗണ്ട് വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ നിന്നും ആയിരിക്കുമല്ലോ ഈ രൂപ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ എത്ര രൂപ കണ്ടിരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. Now, coming to alteration of share capital, we have earlier ഞാൻ in the first induction classൽ I have said regarding this alteration, നമ്മളൊരു ഷെയർ ക്യാപിറ്റൽ പറഞ്ഞു, and that share capital we can alter it later. Maybe we can consolidate it, maybe you can subdivide it. So it is upon your wish, you can do that if it is by special, and it should be by special resolution, as well as it should be ordered by the tribunal. അതായത് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാലും, ഇറ്റ്സ് നോട്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ, വെരി സോറി, ഓർഡിനറി റെസൊല്യൂഷൻ്റെ ആവശ്യമുള്ളൂ, and it gets submitted to the tribunal. If the tribunal says it's okay, it goes on to be it will come into effect. ഓക്കെ, അപ്പം ആ ഓൾട്രേഷനെ കുറിച്ച് നമ്മൾ രജിസ്ട്രാറിനെ അറിയിക്കണം വിത്തിൻ മന്ത് ഓഫ് ദാറ്റ് ഓൾട്രേഷൻ. ആ കാര്യങ്ങളെല്ലാം, അതായത് ട്രൈബ്യൂണൽ ഒരു ഓർഡർ തന്നിട്ടുണ്ട്, അതനുസരിച്ച് ഞങ്ങളത് മാറ്റിയിട്ടുണ്ട് എന്നെല്ലാം പറയുന്നത് രജിസ്ട്രാറിൻ്റെ അടുത്ത് അത് പറയണം. ഓക്കെ, എന്താണ് കൺസോളിഡേഷൻ? അതായത് നമുക്കിപ്പോൾ 1000 ഷെയർ ഉണ്ട്, 10 നിങ്ങൾ ഈ എക്സാമ്പിൾ മാത്രം കേട്ടാൽ മതി. 1000 ഷെയർസ് ഉണ്ട്, ആൻഡ് each share is 10 rupees എന്ന് വെച്ചോ. You are going to consolidate means what? Making 2 into 1 അല്ല 3 into 1, it depends upon the company. Usually 2 into 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയർ 2 ഷെയറിനെ ഒന്നാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് വരും? 1000 ഷെയർ ഉണ്ട്, അതിൽ 1000 2 ഒന്നാക്കും, ഒരു ഷെയറിന് 10 രൂപയാണ്. അപ്പോൾ 2 ഒന്നാക്കുമ്പോൾ 1000 ഷെയറിൽ നിന്നും കുറഞ്ഞ് 500 ഷെയറിലേക്ക് വരികയും പക്ഷേ ഒരു ഷെയറിന് 20 രൂപയാവുകയും ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ഷെയറിന്
10 രൂപയായിരുന്നു. അങ്ങനെ 1000 ഷെയറുണ്ട് കമ്പനിക്ക്. പക്ഷെ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ 2 ഷെയറിനെ ഒന്നാക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ 1000 ഷെയർ 500 ഷെയറായി മാറും. രണ്ടിനെ ഒന്നാക്കുവാന്നല്ലോ, 500 ഷെയറായി മാറും. ആൻഡ് ഈച്ച് ഷെയർ earlier it was 10 rupees ആണ്, ഇപ്പോൾ 20 rupees ആണ്. This is the only difference. Sometimes it can subdivide also. If it is 1000 shares, same example you can take. If it is 1000 shares and each share is 10 rupees, you can subdivide it into 1000 shares in 2000 shares ആക്കിയിട്ട് each share will turn as 5 rupees each. ഓക്കെ, അപ്പോൾ ഒരു ഷെയറിന് 5 രൂപയെ കാണത്തുള്ളൂ. നമ്മൾ ടോട്ടൽ പറയുമ്പോഴത്തേന് ഇറ്റ് വിൽ ബി ഓൾ സെയിം. ബട്ട് ഇങ്ങനത്തെ കുറച്ച് ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട്സ് ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ ഷെയർ ക്യാപിറ്റൽ ആസ് ഇറ്റ് തിങ്സ് വിത്ത് ഓർ എക്സ്പീരിയറ്റ്. ഇറ്റ് ക്യാൻ കൺസോളിഡേറ്റ് ദ ഷെയർസ് into a larger amount than its existing shares. പിന്നെ ഇറ്റ് ക്യാൻ കൺവേർട്ട് all or any of the fully paid shares into stock ആക്കുക, അല്ലെ റീകൺവേർട്ട് fully paid shares into any denomination, then subdivide its shares, as I've said right now, into smaller amount than it's fixed, than as it is fixed by the memorandum. But all these things, if there is an alteration being done, അത് നമ്മൾ പറഞ്ഞ പോലെ സ്പെഷ്യൽ റെസൊല്യൂഷനെ പാസ്സാക്കിയിട്ട് അതിനെ ട്രൈബ്യൂണലിൻ്റെ മുന്നിൽ വെച്ചിട്ട് എന്നിട്ട് ട്രൈബ്യൂണൽ അത് ഓക്കെ പറയുമ്പോഴാണ്